സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. എടവണ്ണയിൽ ആദ്യമായി CPA ജ്വല്ലറിയുടെ മെഗാ ചിൽഡ്രൻസ് കളക്ഷൻ. CPA ഗോൾഡൻ സിൽവർ, മസ്ജിദ് ബസാർ, എടവണ്ണ. എടവണ്ണ പടിഞ്ഞാറെ ചാത്തല്ലൂരിൽ UDF സംഘടിപ്പിച്ച കുടുംബ സംഗമം PK ബഷീർ MLA ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരണം നിലനിർത്താനാണ് BJP ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഭിന്നിച്ചു നിൽക്കാതെ ഒരുമിച്ച് നിൽക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇതെന്നും PK ബഷീർ MLA പറഞ്ഞു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ കുടുംബ സംഗമത്തിൽ പങ്കെടുത്തിരുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ റെഹാൻ കുറുമാടൻ, MSF സംസ്ഥാന സെക്രട്ടറി നജിവ ഹിനീന, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുഫിയാൻ, ലുക്കുമാൻ അരീക്കോട്, VP ലുക്കുമാൻ, ഹൈദർ കുണ്ടത്തോട്, P ഷംസുദ്ദീൻ, ഹംസ ചമ്മല, UK മുജീബ് റഹ്മാൻ, K ഉസ്സൻകുട്ടി, പുന്നത്ത് ഗഫൂർ, K അഷ്റഫ്, PT ബാലകൃഷ്ണൻ, U കുഞ്ഞുമുഹമ്മദ്, CP ശ്രീധരൻ, PP അബൂബക്കർ എന്നിവർ സംസാരിച്ചു. ലോകം ഉറ്റുനോക്കുന്ന ഒരു നേതാവാണ് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ രാഹുൽ ഗാന്ധി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു നേതാവ്, വർഗീയം മാത്രം പ്രസംഗിച്ച് ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ 2 ദിവസമായി വർഗീയപരമായ പ്രസംഗം നടത്തി ആളുകളെ വിഭജിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണോ നമുക്ക് വേണ്ടത്? എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവരെയും പ്രയാസങ്ങൾ മനസ്സിലാക്കുന്ന നീതിമാനായ ഒരു നേതാവിനെ ആണോ, ഒരു പ്രധാനമന്ത്രിയെ ആണോ നമുക്ക് വേണ്ടത് എന്നുള്ളത് കൂടി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചിന്തിക്കണം. ഇന്ന് ഇന്ത്യ രാജ്യത്ത് മാറ്റത്തിന്റെ ഒരു കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മോദിയും അമിത്ഷായും BJPയും ഒക്കെ വർഗീയപരമായിട്ട് ഇന്ന് പ്രസംഗങ്ങളും അതുപോലെ തന്നെ പ്രചരണങ്ങളും നടത്തുന്നത്. നമുക്കൊക്കെ അങ്ങനെ ഒരു ജാതി ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. ഇപ്പൊ എന്താണ്, നമുക്കൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു ഉൾഭയമില്ലേ, ഒരു പേടിയില്ലേ? മുൻകാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് നമുക്കൊരു പേടിയില്ലേ? അതിനൊരു മാറ്റം വരണ്ടേ? ഈ രാജ്യത്ത് ജനിച്ച്, ഈ രാജ്യത്ത് ജീവിച്ച്, ഈ രാജ്യത്ത് അന്തസ്സോടെ മരിക്കാൻ നമുക്ക് സാധിക്കണ്ടേ? നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണ്ടേ? അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം. അതാണ് നിങ്ങളും ഞാനും മനസ്സിലാക്കുന്നത്. രാഹുൽ ഗാന്ധി ഒരുപാട് നന്മകളുള്ള ആളാണ്. ഇവിടെ ഒരുപാട് ആളുകൾ അവരുടെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ആ കാര്യം അദ്ദേഹത്തിന്റെ നന്മകൾ മനസ്സിലാക്കുക. ജയിപ്പിക്കുന്നത് കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയാണ്. ഇപ്പൊ സുരേന്ദ്രൻ വന്ന് അനിരാചാര അവർ താമസിക്കുന്നത് ഡൽഹിയിലാണ്. അവർക്കവിടെ അവർക്ക് വോട്ട് ഡൽഹിയിലാണ്. പിന്നെന്താണ്? നമ്മൾ ലോകം ആദരിക്കുന്ന ഭാവി ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കാണ് വോട്ട്. 10,000-ഓളം കിലോമീറ്റർ നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ, ഇന്ത്യയെ കണ്ട് നേരിട്ട് മനസ്സിലാക്കാൻ കാൽനടയായി യാത്ര ചെയ്ത ഒരു ലോകത്ത് ഒരു നേതാവുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പ് നടന്നത് ഭിന്നിച്ച് നിൽക്കാനുള്ളതല്ല, ഒരുമിച്ച് നിൽക്കാനുള്ളതാണ്. എന്റെ പ്രസംഗം കേൾക്കുന്ന സഹോദരന്മാരും സഹോദരിമാരും വിദ്യാർത്ഥികളും നിങ്ങളൊക്കെ ഇന്ന് മുതൽ തന്നെ വിശ്രമമില്ലാതെ ഈ 2 ദിവസം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുഴുകി രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യിക്കുന്നതിന് വേണ്ടി വീടുകളിൽ കയറി ഇറങ്ങി പ്രവർത്തനം നടത്തി നിങ്ങളുടെയൊക്കെ വിലയേറിയ വോട്ടുകൾ രാഹുൽ ഗാന്ധിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം, അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാറുള്ളത്. രാഷ്ട്രീയ പ്രസംഗങ്ങൾ ഒരുപാട് കേട്ടു. പിന്നെ കഴിഞ്ഞ 8 കൊല്ലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വമുള്ള ഒരു സർക്കാർ, ആ സർക്കാരിന്റെ സ്ഥിതി നിങ്ങൾ ആലോചിച്ചു, എന്തെങ്കിലും നേട്ടമുണ്ട്? ഞാൻ കൂടുതലൊന്നും പറയുന്നത്. സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. എടവണ്ണയിൽ ആദ്യമായി CPA ജ്വല്ലറിയുടെ മെഗാ ചിൽഡ്രൻസ് കളക്ഷൻ. CPA ഗോൾഡൻ സിൽവർ, മസ്ജിദ് ബസാർ, എടവണ്ണ.